ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വൻ മുന്നേറ്റത്തോടെ തുടർച്ചയായ മൂന്നാം തവണയും സംസ്ഥാനത്ത് ബി.ജെ.പി. അധികാരത്തിലെത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ശനിയാഴ്ച പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെയും ഇന്ന് രാവിലെ വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറിൽ കോൺഗ്രസ് പ്രകടിപ്പിച്ച മുന്നേറ്റത്തെയും അസ്ഥാനത്താക്കിയാണ് ബി.ജെ.പിയുടെ കുതിപ്പ്. നിലവിൽ 49ഓളം സീറ്റിൽ മുന്നിലാണ് ബി.ജെ.പി. 90 അംഗ നിയമസഭയാണ് ഹരിയാനയിലേത്. ഇതിൽ 46 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. കോൺഗ്രസ് 36 സീറ്റിലും INLDയും BSPയും ഓരോ സീറ്റിലും, സ്വതന്ത്രർ 3 സീറ്റിലും ലീഡ് ചെയ്യുന്നുണ്ട്. 2019 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സ്ഥിതിയായിരുന്നു. തുടർഭരണം ലക്ഷ്യമിട്ടിറങ്ങിയ ബി.ജെ.പി. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നുവെങ്കിലും കേവല ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല. ബി.ജെ.പിക്ക് 40 സീറ്റും കോൺഗ്രസിന് 31 സീറ്റുമാണ് ലഭിച്ചിരുന്നത്. എങ്കിലും 10 സീറ്റ് നേടിയ ജെ.ജെ.പിയെ കൂട്ടുപിടിച്ച് ബി.ജെ.പി. സംസ്ഥാനത്ത് വീണ്ടും അധികാരത്തിൽ എത്തുകയായിരുന്നു. അന്ന് ആകെ പോൾ ചെയ്തതിൽ 36.49% വോട്ടായിരുന്നു ബി.ജെ.പിക്ക് ലഭിച്ചത്. കോൺഗ്രസിന് 28.08% വോട്ടും ജെ.ജെ.പിക്ക് 14.8% വോട്ടും ലഭിച്ചിരുന്നു. INLDക്ക് 2.44% വോട്ടും ലഭിക്കുകയുണ്ടായി. സ്വതന്ത്രർ ഉൾപ്പെടെ മറ്റുള്ളവരുടെ വോട്ട് വിഹിതം 18.19%. എന്നാൽ 2024 കണക്കിലേക്ക് വരുമ്പോൾ അടിമുടി വ്യത്യാസമാണ് വോട്ട് വിഹിതത്തിൽ വന്നിരിക്കുന്നത്. ഹാട്രിക് വിജയത്തോടെ അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്ന ബി.ജെ.പിയുടെ വോട്ട് വിഹിതത്തിൽ ഇടിവുണ്ടായിരിക്കുന്നു എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം. 11 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 39.04% മാത്രമാണ് ബി.ജെ.പിയുടെ വോട്ട് വിഹിതം. അതേസമയം കോൺഗ്രസിന്റെ വോട്ട് വിഹിതത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 11 മണിവരെ 40.44% വോട്ട് സമാഹരിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. 2019 അപേക്ഷിച്ച് 12%-ലേറെ വോട്ടാണ് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത്. ജെ.ജെ.പി. ഇത്തവണ നാമാവശേഷമായപ്പോൾ INLDയ്ക്കും വോട്ട് വിഹിതത്തിൽ വർധനമുണ്ടായിട്ടുണ്ട്. 4.95% 11 മണിവരെ INLDയുടെ വോട്ട് വിഹിതം. മറ്റുള്ളവർക്ക് 14.76% വോട്ടും ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ ശക്തമായ മത്സരം തന്നെയാണ് സംസ്ഥാനത്ത് നടന്നതെന്നാണ് ലീഡ് നിലയിൽ നിന്ന് വ്യക്തമാകുന്നത്. പല മണ്ഡലങ്ങളിലും 1000-ൽ കുറവ് വോട്ടുകൾക്കാണ് ഇരു പാർട്ടികളും മുന്നിട്ടു നിൽക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും വെവ്വേറെയാണ് മത്സരിച്ചത്. ബി.ജെ.പി. വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാൻ ഇത് കാരണമായി എന്നാണ് നിലവിലെ ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്. ബി.ജെ.പി. ചെറിയ വോട്ടിന് ലീഡ് ചെയ്യുന്ന പലയിടത്തും ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ ആം ആദ്മി സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് ലഭിക്കേണ്ടിയിരുന്ന ബി.ജെ.പി. വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കപ്പെട്ടു എന്ന് ഇതിൽ നിന്നും വ്യക്തം. സീറ്റ് വിഭജനത്തിൽ സമവായത്തിലെത്താൻ കഴിയാത്തതിനാലാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടത്. കൂടുതൽ സീറ്റ് ആപ്പ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ നൽകാൻ കോൺഗ്രസ് തയ്യാറായിരുന്നുമില്ല. 2019 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി നടത്തിയ മോശം പ്രകടനം കണക്കിലെടുത്തായിരുന്നു കോൺഗ്രസിന്റെ ഈ നീക്കം. മാത്രമല്ല, ഡൽഹി, പഞ്ചാബ് എന്നിവയെ അപേക്ഷിച്ച് ഹരിയാനയിൽ AAPക്ക് ശക്തമായ സംഘടനാ സംവിധാനം ഇല്ല. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിരുന്നില്ല. ഇതെല്ലാം ആപ്പിനെ അകറ്റാൻ കാരണമായി. ഒരുപക്ഷേ ആപ്പിന്റെ ഈ കളികളാവാം ബി.ജെ.പിയുടെ നേട്ടത്തിന് ഒരുപക്ഷേ കാരണമായത്.